ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സെന്റൻസുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങളത് ഞാൻ ഇന്നലെ പാർട്ട് 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ന് 2 ആണ്. അപ്പൊ ഇന്നലെ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ഫ്യൂച്ചറിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എന്ന് നമ്മൾ ഇന്ന് പഠിച്ചു. അവൾ നാളെ വരുമെന്ന് എങ്ങനെ പറയുക? ഷീ വിൽ കം ടുമോറോ. ഇനി അവൾ നാളെ വരുവാണ്, അവൾ ഉറപ്പിച്ചൊരു കാര്യമാണെന്ന് എങ്ങനെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഷീ ഈസ് കമ്മിങ് ടുമോറോ. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ചൊരു കാര്യം അല്ലെ. ഷീ വിൽ കം, അവൾ നാളെ വരും. ഷീ വിൽ കം ടുമോറോ, ഷീ ഈസ് കമ്മിങ് ടുമോറോ. ഈ രണ്ടും നമുക്ക് പറയാൻ കഴിയും എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇനി ഞാൻ പറയാണ്, അവൾ നാളെ എന്താണെങ്കിലും വരണം. ഒരു ഭയങ്കര ഞാൻ നിർബന്ധം പിടിച്ച് പറയാണ് കേട്ടോ. അവൾ എന്താണേലും നാളെ വരണം, നിർബന്ധമാണ് എനിക്ക്. അവൾ നാളെ വരേണ്ട ഒരു കാര്യം എനിക്ക് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയുക? അപ്പൊ അത് നാളത്തെ കാര്യമല്ലേ, ഫ്യൂച്ചർ അല്ലേ, വില്ലല്ലേ? നിങ്ങൾ ചിന്തിക്കും അല്ലെ. വില്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നിർബന്ധമാണ്. എനിക്ക് നിർബന്ധമാണ് അവൾ നാളെ വരണമെന്ന്. അപ്പൊ എങ്ങനെ പറയാ? മസ്റ്റ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഒന്നുമില്ല, മസ്റ്റ് ഓക്സിലറി ആണ്, വേർബ് ഫസ്റ്റ് ഫോമിൽ ഇട്ടാൽ മതി. ഷീ മസ്റ്റ് കം ടുമോറോ. ഷീ മസ്റ്റ് കം ടുമോറോ. അവള് നാളെ നിർബന്ധമായും വരണം എന്നാണ് അർത്ഥം. ഷീ വിൽ കം ടുമോറോ എന്ന് പറഞ്ഞാൽ എന്താ? അവൾ വരും എന്നാണ് അർത്ഥം. സാധ്യതയാണ്, ഒരുപക്ഷെ ചിലപ്പോൾ വരാതിരിക്കാം, അങ്ങനെയുണ്ട്. പക്ഷെ ഷീ മസ്റ്റ് കം ടുമോറോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എങ്കിലും അവൾ നാളെ വരണം. ഇതാണ് വ്യത്യാസം. ക്ലിയർ ആയല്ലോ? എന്നെ നിർബന്ധമായിട്ടും നീ നാളെ വിളിക്കണം, അങ്ങനെ നമുക്ക് പറയേണ്ട സാഹചര്യം ഒത്തിരി ഉണ്ട് അല്ലെ. നീ മറക്കാതെ നിർബന്ധമായിട്ടും എന്നെ നാളെ വിളിക്കണം. എങ്ങനെ പറയും? നീ, യു, നിർബന്ധമായിട്ട് മസ്റ്റ് കോൾ മീ. യു മസ്റ്റ് കോൾ മീ. എന്നെ നിർബന്ധമായിട്ടും എന്നെ വിളിക്കണം. എങ്ങനെ പറയുക? യു മസ്റ്റ് കോൾ മീ. മീ എന്നെ. യു മസ്റ്റ് കോൾ മീ. എന്നെ വിളിക്കണം. എപ്പോഴാണ് വിളിക്കേണ്ടത്? ടുമോറോ. ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ. ഇനിയിപ്പോ അതല്ല, അടുത്ത ആഴ്ചയാണോ എങ്കിലോ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച നിർബന്ധമായിട്ട് നീ എന്നെ വിളിക്കണം. അപ്പോൾ അവിടെ നമ്മൾ വില്ലല്ല ഉപയോഗിച്ച്. നിർബന്ധം എന്ന് പറയാൻ, നിർബന്ധമായിട്ടും അത് ചെയ്യാൻ എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? മസ്റ്റ് ഉപയോഗിക്കുന്നു. അപ്പൊ മസ്റ്റും വില്ലും എന്താ, നമുക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് മനസ്സിലായി അല്ലേ. അപ്പൊ ഇനി ചിലപ്പോൾ നമ്മൾ പറയും, അടുത്ത വർഷമെങ്കിലും എനിക്കൊരു വീട് പണിയണം, പണിതേ പറ്റത്തുള്ളൂ. അതെന്റെ ഒരു നിർബന്ധമാണ്. അടുത്ത വർഷമെങ്കിലും എന്ന് പറയാൻ നമുക്ക് എന്ത് ഉപയോഗിക്കണം? നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം. അപ്പൊ അടുത്ത വർഷമെങ്കിലും, അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഇയർ അല്ലെ. നമ്മൾ ഇടയ്ക്കൊക്കെ പറയും അറ്റ്ലീസ്റ്റ്. എന്തിനാണ് അറ്റ്ലീസ്റ്റ്? നമ്മൾ അതിനെങ്കിലും. അപ്പോൾ അടുത്ത വർഷമെങ്കിലും എനിക്കൊരു വീട് പണിയണം, അതെന്റെ ഒരു നിർബന്ധമാണ്, അടുത്ത വർഷം പണിയണം എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ്? ഐ മസ്റ്റ് ബിൽഡ് എ ഹൗസ് അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഇയർ. I must build a house at least next year. അടുത്ത വർഷമെങ്കിലും എനിക്കൊരു വീട് പണിയണം. അവിടെ നിർബന്ധമാണ് എനിക്ക്. നീ അടുത്ത വർഷമെങ്കിലും പരീക്ഷ ഒന്ന് പാസ്സാവണം, അത് നിർബന്ധമാണ്. അമ്മമാർക്കൊരു നിർബന്ധമാണ്. ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് അങ്ങനെയൊക്കെ കുറെ സപ്ലൈ ഒക്കെ ആയി കിടക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത വർഷമെങ്കിലും നീ ഒന്ന് പാസ്സാക് എന്ന് നമ്മൾ പറയും. അത് നിർബന്ധ ബുദ്ധി എന്ന പോലെയാണ് നമ്മൾ പറയുക. അപ്പൊ എങ്ങനെ പറയുക? യു മസ്റ്റ് പാസ് അല്ലെ. ഒന്നും ചിന്തിക്കാനില്ല, മസ്റ്റ് ഉപയോഗിച്ച വേർബ് ഫസ്റ്റ് ഫോം. യു മസ്റ്റ് പാസ് ദി എക്സാം അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് മന്ത് കൊടുക്കാം നമുക്ക്. അടുത്ത മാസമെങ്കിലും. യു മസ്റ്റ് പാസ് ദി എക്സാം അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസമെങ്കിലും നീ ആ പരീക്ഷ ഒന്ന് പാസ്സാക്. അപ്പൊ മസ്റ്റ് എന്തിനാ നമ്മൾ ഉപയോഗിച്ചത്? ഒരു നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നിർബന്ധത്തിന് വേണ്ടിയിട്ട്.
അപ്പോ ഇനി മസ്റ്റ് നോട്ട് ഉപയോഗിക്കണമെങ്കിലോ, മസ്റ്റ് ഒരു ഓക്സിലറി ആണ്. അപ്പൊ അതിനെ നെഗറ്റീവ് ആക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഓക്സിലറി മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആണ് എങ്കിലോ ഈ ഓക്സിലറികൾ മാത്രം പഠിച്ചാൽ തന്നെ കുറേ സംസാരിക്കാൻ പറ്റും. ഓക്സിലറി ആണെന്ന് കണ്ടാൽ നിങ്ങൾ അതിനെ ഒന്നും ചെയ്യേണ്ട, ഒരു നെഗറ്റീവ് ആക്കാൻ ഒന്നും ചെയ്യേണ്ട. അവിടെ ഈ ഓക്സിലറി കഴിയുമ്പോൾ ഒരു നോട്ട് അങ്ങ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ മസ്റ്റ് നോട്ടായി മാറും അല്ലെ, അതായത് മസ്റ്റിൻ്റെ എന്ന് പറയും നമ്മൾ, അങ്ങനെയായിട്ട് മാറും. അപ്പൊ നീ നാളെ ഇങ്ങോട്ട് വരാനേ പാടില്ല നമ്മൾ പറയല്ലേ, നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും നീ ഇങ്ങോട്ട് നാളെ വരരുത്, വരാനേ പാടില്ല, നിർബന്ധ ബുദ്ധിയിൽ നമ്മൾ പറയുകയാണ്. അപ്പൊ എങ്ങനെ പറയുക? യു മസ്റ്റ് നോട്ട്, അതായത് യു മസ്റ്റിൻ്റെ ഒന്നുമില്ല, വേർബ് V1 തന്നെ, കം ഇങ്ങോട്ട്, ഹിയർ ടുമാറോ. അവിടെ നമ്മളൊരു നോട്ട് കൊടുത്തെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. നമ്മൾ പറയാണ്, ചിലപ്പോൾ നമ്മൾ ഇനി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ ഒരുങ്ങി നിൽക്കുന്നത്, ഇപ്പൊ തന്നെ ഇറങ്ങണം, അല്ലെങ്കിൽ ബസ് പോകും, നമ്മൾ പറയല്ലേ ഇപ്പൊ തന്നെ ആ ഇറങ്ങണം എന്ന് പറയുന്നത് എന്താണ്? അതൊരു നിർബന്ധമാണല്ലേ, അല്ലെങ്കിൽ ബസ് വിട്ടു പോകും. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയുക? നമ്മൾ ഇപ്പൊ തന്നെ ഇറങ്ങണം, വി മസ്റ്റ് ലീവ് നൗ അല്ലെ, നിർബന്ധമാണത്, വി മസ്റ്റ് ലീവ് നൗ. അല്ലെങ്കിൽ ഓർ ബസ് നഷ്ടപ്പെടും എന്നെങ്ങനെ പറയുക? ബസ് നഷ്ടപ്പെട്ടിട്ടില്ല, വി വിൽ മിസ് ദ ബസ്. വി മസ്റ്റ് ലീവ് നൗ, ഇപ്പൊ ഇറങ്ങണം, അല്ലെങ്കിൽ ഓർ വി വിൽ മിസ് ദ ബസ്, ബസ് നമുക്ക് വിട്ടുപോകും, വി വിൽ മിസ് ദ ബസ്. അപ്പൊ അത് നിർബന്ധമാണ്, ഇപ്പൊ തന്നെ ഇറങ്ങണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി നമ്മൾ പറയും സീറ്റ് ബെൽറ്റ് ഇടണം, കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം, ഇടാതെ പറ്റത്തില്ല, ഇടണം എന്നെങ്ങനെ പറയുക? അത് നിർബന്ധമാണ്. അപ്പൊ എങ്ങനെ പറയുക? യു മസ്റ്റ് വിയർ ദ സീറ്റ് ബെൽറ്റ്, യു മസ്റ്റ് വിയർ ദ സീറ്റ് ബെൽറ്റ്. ഇനി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാതെയൊക്കെ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം കേട്ടോ. നമ്മളെ നല്ലോണം സെക്യൂർ ആക്കുന്ന, നമ്മളെ സേഫ് ആക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ശ്വാസം മുട്ട് പോലെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ. അത് എനിക്ക് ഇട്ടിട്ടിട്ട് പ്രാക്ടീസ് ആയപ്പോൾ ഇപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുന്ന കുറേ പേരുണ്ട്, പല രീതിയിൽ സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ബുദ്ധിമുട്ട് ഉള്ളവരുണ്ട്. അപ്പൊ അതൊക്കെ ഇട്ട് ശീലമായി കഴിയുമ്പോൾ അതങ്ങ് പോകട്ടെ. അപ്പൊ യു മസ്റ്റ് വിയർ ദ സീറ്റ് ബെൽറ്റ്. നിർബന്ധമായിട്ട് നാളെ നീ ഇവിടെ ഉണ്ടാകണം എന്നെങ്ങനെ പറയാ? യു മസ്റ്റ് ബി ഹിയർ, യു മസ്റ്റ് ബി ഹിയർ ടുമോറോ, യു വിൽ ബി ഹിയർ. അവിടെ ഞാൻ നാളെ അവിടെ ഉണ്ടായിരിക്കും, ചിലപ്പോ ഉണ്ടായിരിക്കില്ല, ആ ഒരു വ്യത്യാസം നമ്മളുള്ളൂ. വിൽ ബി ഹിയർ എന്ന് പറഞ്ഞപ്പോ ചിലപ്പോ സാധ്യതയില്ല. പക്ഷെ മസ്റ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അവിടെ ഉണ്ടാകണം, നീ അവിടെ ഉണ്ടാകണം എന്നൊരു നിർബന്ധമാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് നീ ഹോംവർക്ക് ചെയ്ത് തീർക്കണം. എങ്ങനെ പറയാ? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും നീ ഹോംവർക്ക് ചെയ്ത് തീർക്കണം. യു മസ്റ്റ് ഫിനിഷ് യുവർ ഹോംവർക്ക് ബിഫോർ യു ഗോ ടു ബെഡ്. ബിഫോർ ഗോ ടു ബെഡിലോട്ട് പോകുന്നതിന് മുമ്പ് യു മസ്റ്റ് ഫിനിഷ് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. മസ്റ്റിന്റെ ഉപയോഗം നിങ്ങൾക്ക് അപ്പം മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇവിടെ നമുക്ക് ഷുഡ് ഉപയോഗിക്കത്തില്ലേ എന്ന്. ഷുഡ് ഉപയോഗിക്കാം കേട്ടോ, പക്ഷെ ഇത്രയ്ക്കൊരു നിർബന്ധം അവിടെ ഇല്ലേ? അതാണ് യു ഷുഡ് വിയർ സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ഇടണം, അത്രേ ഉള്ളൂ. യു മസ്റ്റ് വിയർ ദ സീറ്റ് ബെൽറ്റ്, നിർബന്ധമായിട്ടും നീ ഇട്ടേ പറ്റത്തുള്ളൂ. അതാണ് വ്യത്യാസം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? കുറച്ച് സെന്റൻസുകൾ മതിയല്ലേ? നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയണം കേട്ടോ. ഇത് പാർട്ട് 2 2 ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വില്ല് വെച്ചിട്ട് കുറെ സെന്റൻസുകൾ നോക്കി. ഇന്ന് നമുക്ക് മസ്റ്റ് ആയിരുന്നു. മസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധം. നിങ്ങൾക്ക് കുട്ടികളോട് പറയാം, യു മസ്റ്റ് ഡ്രിങ്ക് മിൽക്ക്. മിൽക്ക് കുടിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ മക്കൾ മിൽക്ക് കുടിക്കില്ല കേട്ടോ. അപ്പൊ എൻ്റെ മക്കളോട് എനിക്ക് പറയാം, നീ മസ്റ്റ് ഡ്രിങ്ക് മിൽക്ക്. മിൽക്ക് കുടിക്കണം, പാല് കുടിക്കണം. അപ്പോൾ എൻ്റെ മക്കളോട് ഇത് പറഞ്ഞിട്ടും കാര്യമില്ല, മക്കൾ പാല് കുടിക്കില്ല. അപ്പൊ എന്താ വേണ്ടേ? നമ്മൾ എങ്ങനെ നിർബന്ധം പിടിക്കുക? എന്താണ്? യു മസ്റ്റ് ഡ്രിങ്ക് മിൽക്ക്. അപ്പോൾ മസ്റ്റിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പാല് കുടിക്കരുത് എന്നാണെങ്കിലോ മസ്റ്റ് നോട്ട് ഡ്രിങ്ക് മിൽക്ക്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഏത് ഓക്സിലറി ആണ് എങ്കിലും അതൊന്ന് നെഗറ്റീവ് ആക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി, അത് നെഗറ്റീവായി മാറും. ഇനി അത് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിലോ ആ ഓക്സിലറിനെ ആദ്യം ഒന്ന് കൊടുത്താൽ മാത്രം.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോ നമ്മൾ 25-ാം തീയതി മുതൽ, ഈ ജനുവരി 25-ാം തീയതി മുതൽ ഈവനിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പുരുഷന്മാരുടെ ബാച്ചിൽ നമുക്ക് ആളായി കഴിഞ്ഞു. ഈ സ്ത്രീകളുടെ ബാച്ചിൽ കുറച്ച് സീറ്റും കൂടി ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ മറ്റൊന്ന്, നിങ്ങളിങ്ങനെ കുറേ ഗ്രാമർ പഠിച്ച് ബുക്കിലൊക്കെ എഴുതി വെച്ച് ഇത് കാണാതെ പഠിച്ചാൽ, ഇപ്പോൾ ഗ്രാമർ പഠിച്ചിരിക്കുന്ന നിങ്ങൾക്കറിയായിരിക്കാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത്. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഗ്രാമറിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ വേണം എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ എത്രമാത്രം എഫേർട്ട് എടുത്ത് സംസാരിക്കുന്നോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ, പേഴ്സണൽ ക്ലാസ്സുകളുമുണ്ട്. എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.